ഞാൻ മാറി ഇങ്ങനെ ഇരുന്നപ്പോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അന്നത്തെ ദിവസം 35 കൊല്ലം മുമ്പ് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നു. അപ്പൊ ഉർവശി എന്റെ അടുത്തൊന്ന് പറഞ്ഞു, അത് പറ്റത്തില്ല, മാറിയിരിക്കാൻ പറ്റത്തില്ല, ഇവിടെ വന്നിരിക്കണം. നമ്മൾ എനിക്ക് തലവേദനയുണ്ട് ഉർവശി, പ്ലീസ് എന്നെ ഇന്ന് വിട്ടാൽ. അത് പറ്റത്തില്ല, മുകേഷ് ചേട്ടനൊക്കെ വന്ന് സംസാരിക്കും, അത് കേൾക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പല പല ഭാഷകളിലൊക്കെ അവരൊന്നും ആരും മിണ്ടത്തില്ല, ഇവിടെ ആകുമ്പോൾ എല്ലാവരും സംസാരിക്കുന്നത്. പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എന്നെ നിർബന്ധിച്ച് അവിടെ കൊണ്ടിരുത്തി. അപ്പോ ഉർവശി പറഞ്ഞു സംസാരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് സംസാരിക്കാനാണ്, ഞാൻ ഇവിടെ ഇരുന്നോളാം, അത് പറ്റത്തില്ല. അപ്പൊ പെട്ടെന്ന് ഞാൻ പറഞ്ഞു എന്നാ നമുക്കൊരു ചെറിയ ഒരു ഗെയിം. ഗെയിം കൊള്ളാം ഉർവശി എന്നെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഉർവശിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്? എന്താ എക്സ്പ്രഷൻസ് അവിടെ മുഴുവൻ. ഞാനോ മറ്റോ ആണ്, ഞാനായിരിക്കൂ, ഞാൻ തന്നെ. IV ശശി ഡയറക്ടർ മുതൽ സുരേഷ് ഗോപി, മമ്മൂട്ടി, രതീഷ്, പിന്നെ ക്യാമറാമാനൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന ആള്. ഉർവശിക്ക് അതിന്റെ ഒരു ഹുക്ക് അപ്പോഴാണ് മനസ്സിലായത്. ചോദ്യം ഒന്നും പറ്റത്തില്ല. അപ്പൊ എല്ലാരും പറഞ്ഞു അത് പറ്റത്തില്ല, ഞങ്ങൾക്ക് അറിയണം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളാരാണ്. ചെറിയ ഒരുപാട് പേരെ ഇഷ്ടമുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല, അതിന്റെ മുകളിൽ ഒരു ചെറിയ ഇഷ്ടം കാണും. അപ്പോ ഈ നെഞ്ചിടിപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ പലരുടെ അടുത്ത് നിന്ന് അയ്യോ, ഏറ്റവും വലിയ ശ്രദ്ധിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ചായ കൊടുക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ. പിന്നെ നീ എന്റെ പേരെന്തായാലും പറയത്തില്ല. അപ്പോ ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ ഞാൻ തന്നെ ഒരു റെമഡി പറഞ്ഞു, എഴുതി തന്നാ മതി, പറയണ്ട, പറയാൻ നാണമാണെങ്കിൽ പറയണ്ട, എഴുതി തന്നാ മതി. അപ്പൊ ഉർവശിയുടെ മുഖത്തുള്ള ഒരു എക്സ്പ്രഷൻ, വല്ല കാര്യമുണ്ടോ എനിക്ക് ഇയാളെ വിളിച്ച് ഇവിടെ കൊണ്ടിരുത്തി അവിടെ ഇരുന്നതിനായിരുന്നു, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഉർവശി എഴുതി തന്നു. ഞാൻ നോക്കിയിട്ട് ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ IV ശശി പറഞ്ഞു നീ ആരാന്ന് വെച്ചാ പറ, കുറെ നേരം ആയില്ലല്ലോ, മനുഷ്യന് പറ ജോലിയുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ, ഇത് നമ്മുടെ നാടെ ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോ വലിയ, ഇപ്പൊ നമുക്ക് അറിഞ്ഞൂടാ, ഈ എലിസബത്ത് രാജ്ഞിയെ ചിലപ്പോ രാജ്ഞിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രൈവറായിരിക്കും, പറയട്ടെ. അപ്പൊ ഡ്രൈവർമാരൊക്കെ ഇനി ഞാനോ മറ്റോ അത് ഗംഭീരമായ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങോട്ട് വരികയാണ്. അപ്പൊ എഴുതി തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവറ VP നായ, അത് ഉർവശിയുടെ അച്ഛൻ തന്നെയാണ്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നല്ലോ. ഞാൻ പറഞ്ഞു വളരെ ഉർവശി ഇപ്പൊ പറയണോ ഉർവശിക്കാണ് പറയണമെന്നുള്ള ഏറ്റവും നിർബന്ധം. കാര്യം ഈ കൂട്ടത്തിന് ഒറ്റയടിക്ക് ഇല്ലാതാക്കാനുള്ള. അപ്പം മമ്മൂട്ടി പറഞ്ഞു നീ പറ, എന്തായാലും ഇത്രയൊക്കെ ആയി, പറ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഭക്ഷണമൊക്കെ വിളമ്പുന്ന ഒരു പ്രതീക്ഷയില്ലാതിരുന്ന ജോസ് എന്ന് പറഞ്ഞൊരാള്, ജോസ് ഒരു ചായപാത്രം വീഴുന്ന സ്ഥലം, ജോസിന്റെ ഒരു ലുക്കുണ്ട്. ഇത്രയും കാലം എന്നിൽ നിന്നും മറച്ചു വെച്ച ഒരു വാക്ക് നേരത്തെ പറയാമായിരുന്നു. ചായയിലൊക്കെ ഞാൻ എന്ത് മധുരമായിട്ട് തന്നെ. അപ്പം ഉർവശിയുടെ ഒരു സ്ക്രീമിങ്ങിന്റെ സൗണ്ടായി. ഉർവശിയെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ വായിൽ നിന്ന് ഇങ്ങനൊരു സൗണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. പറ്റത്തില്ല, സത്യം പറയണം. അപ്പൊ ഞാൻ ഒരു ഡ്രൈവറുണ്ട് കുട്ടപ്പൻ, അവൻ വേറെന്തോ പണി ചെയ്യുന്നുണ്ട് കാരണം. അപ്പൊ ഞാൻ പറഞ്ഞു ഡ്രൈവർ കുട്ടപ്പൻ എന്ന് പറഞ്ഞിട്ട് തീറിക്കളാം. ഒരു ഹോണിന്റെ സൗണ്ട് കേട്ടു, ഫ്രണ്ടിലോട്ട് വീണതാണോ അതോ കൈ തട്ടിയതാണോ പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ തന്നെ നേരത്തെ കാട്ടി മോശപ്പെട്ട ഒരു സൗണ്ട് ഉർവശി സുന്ദരിയുടെ വായിൽ നിന്ന്. കാര്യം ഉർവശിക്ക് അറിയാം ഇവരൊക്കെ ഇത് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ. അപ്പൊ എല്ലാരും പറഞ്ഞു എന്താണ് എന്താണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇനി ഇത് പറയാൻ ഉർവശിക്ക് ഇഷ്ടമല്ല, ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞാൽ അതൊരു സസ്പെൻസ് ആയിട്ട് എത്രയോ കൊല്ലം പലരും എന്നോട് പറഞ്ഞു നീ പറഞ്ഞു ഞാനും മറ്റോ അല്ല. ശരി,
മറ്റേ ടൈലന്റ് എന്ന് പറഞ്ഞ ഉറവശി പറഞ്ഞു, അവിടെ പോയിരുന്നോ, തലവേദനയില്ലേ, അവിടെ പോയിരുന്നു. ഞാൻ പറഞ്ഞല്ല, വേറെ ഒരു ഗെയിം ഉണ്ട്, ഇനിയൊരു ഗെയിമും ഇല്ല, അവിടെ പോയിരുന്നെന്ന് പറഞ്ഞു. എന്നെ നിർബന്ധിച്ച് അവിടെ പിടിച്ചിരുത്തിയ ഒരു ചെറിയ എത്ര എക്സ്പ്രഷൻസ് ആണ് ഒരു ആക്ടർ നിന്ന് എനിക്ക് കിട്ടിയത്. അതിന് ഞാൻ ഇപ്പോൾ നന്ദി പറയുന്നു. മകളെ ആരാന്നറിയാമോ? ഈ 3 തരത്തിൽ ഉള്ള കാര്യങ്ങളാണ്, എല്ലാം സന്തോഷമുള്ള കാര്യങ്ങളാണ്. അഭിലാഷ് ആണ് ഇതിന്റെ പിന്നിൽ, അതിന്റെ ചരട് വലിക്കുന്ന ആള്. അഭിലാഷ്, ഞാൻ സിനിമയിൽ വന്ന് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ള അഭിലാഷുമായിട്ടൊക്കെ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത്. വിഷ്ണുവിന്റെ അച്ഛൻ നമ്മുടെ വളരെ അടുത്ത ഫ്രണ്ടായിരുന്നു. അപ്പൊ എന്റെ മകൻ ഡോക്ടർ ശ്രാവൺ, അദ്ദേഹത്തിന് കുറെ നാളായിട്ട് അവൻ ഗൾഫിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഈ കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മാഗ്നറ്റാണ്. ആ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ഡോക്ടറല്ല, എഞ്ചിനീയർ അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ആളാണെങ്കിലും അവസാനം കലയിൽ വരും, വരാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ എന്റെ കൂടെ ഒക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന ചെറിയ റോളൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പോലും പുറം രാജ്യങ്ങളിലൊക്കെ വലിയ നിലയിൽ വലിയ ബിസിനസ് ഒക്കെ ചെയ്ത് നിൽക്കുന്ന ആൾക്കാര് അവരുടെ വീട്ടിൽ നമ്മളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കും. അമേരിക്കയിലും ഈ ലണ്ടനിലും ഒക്കെ പോകുമ്പോൾ ചാൻസ് കിട്ടുമ്പോൾ മാറ്റി നിർത്തിയിട്ട് അവർ പറയും, ഞാനങ്ങ് വരുക, ഞാൻ സിനിമയിലോട്ട് വരുക തിരിച്ച്, നമുക്ക് പറയണമെന്നുണ്ട്, ഇപ്പൊ വരരുത്, ഇവിടെ കൊള്ളാം, ഇത് ചിലപ്പോ ഇനി ഈ പ്രായത്തിൽ കിട്ടിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കുകയായിരുന്നു. ഓ, ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവനെ പേടിയാ. അപ്പൊ ഞാൻ പറഞ്ഞു, കുറച്ചാളൂടെ ഒന്ന് പിടിച്ച് നല്ല കൂടെ ഒന്ന് നോക്കിയിട്ട് വന്നാൽ മതി, ഇത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഡോക്ടർ ശ്രാവൺ, എനിക്കൊരു സിനിമയിൽ അഭിനയിക്കണം, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. അപ്പോ ആരോഗ്യം പറയുന്നതൊക്കെ വളരെ വിഷമമല്ലേ. എന്റെ മകൻ ഒരു റോള് എന്ന് പറയാനൊരു വിഷമം. കാര്യം ആ സ്കൂളല്ല നമ്മളുടെ. എങ്കിൽ പോലും ഞാൻ എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു, എല്ലാവരും ശ്രമിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് ഫലവത്താക്കിയത് അഭിലാഷും വിഷ്ണുവുമാണ്. അപ്പോൾ സുമതി വളർ എന്ന സിനിമയിൽ നല്ല പ്രാധാന്യമുള്ള ഒരു റോളും കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ അഭിലാഷ് വളരെ ഊർജ്ജസ്വലനായ, ഇതേ കണക്കൊക്കെ ഞാൻ പല സന്ദർഭങ്ങളും കണ്ടിട്ടുണ്ട് എന്റെ ഈ 45 കൊല്ലത്തിനകത്തുള്ള സിനിമാ ജീവിതത്തിൽ. ഊർജ്ജസ്വലത, ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയിരിക്കും എന്നുള്ള ഒരു ഇച്ഛാശക്തി ആ പ്രവൃത്തിയിലും മുഖത്തുമൊക്കെ ഉണ്ട്.